ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വീഡിയോയുമായി വന്നിരിക്കുന്നത് നമ്മുടെ മൊബൈലിലെ ക്യാമറകളിലെ ഒരു സെറ്റിങ്സിനെ കുറിച്ചാണ്. നമ്മളെ മൊബൈലിലെ ക്യാമറ, എല്ലാവരുടെയും മൊബൈലിലെ ക്യാമറയിൽ ഡോക്യുമെൻ്റ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ചില ആളുകൾ പറയുന്നത് എൻ്റെ ഫോണിൽ, എൻ്റെ സാംസങ്ങിൻ്റെ ഫോണിൽ ഇത് ഡോക്യുമെൻ്റ് സ്കാനർ ഇല്ലല്ലോ, അത് വർക്കാകണില്ല, അത് സെറ്റിങ്സിൽ പോയിട്ട് ഓണാക്കാൻ നോക്കുമ്പോൾ അത് ബട്ടണൊന്നും ഓണാകണില്ല എന്നുള്ള പ്രശ്നങ്ങളാണ്. അപ്പം അത് എങ്ങനെ നമുക്ക് മറ്റുള്ള ഫോണിൽ എങ്ങനെ അത് ഡോക്യുമെൻ്റ് നമുക്ക് സ്കാൻ ചെയ്യണത്, അതുപോലെ സാംസങ്ങിൻ്റെ ഫോണിൽ എന്തുകൊണ്ടാണ് അത് ഡോക്യുമെൻറ്റിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് സെറ്റിങ്സിൽ ഓൺ ചെയ്യാൻ കഴിയാത്തത്, അത് എങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. നമുക്കെല്ലാവർക്കും പല ഡോക്യുമെൻറ്റുകളും പല സമയത്തും നമുക്ക് ഡോക്യുമെൻറ്റുകൾ സ്കാൻ ചെയ്ത് എടുക്കേണ്ടി വരും, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്തെടുത്ത് നമുക്ക് സൂക്ഷിക്കേണ്ടി വരും. അപ്പോൾ അത് എങ്ങനെയെന്ന് നമുക്ക് വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഞാൻ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായി ഞാൻ നിങ്ങൾക്ക് ആദ്യമായി കാണിക്കാൻ പോകുന്നത് ഒരു ഓപ്പോ മൊബൈലിലാണ്. ഒരു ഓപ്പോ മൊബൈലിൻ്റെ ക്യാമറ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഇതാ, നമ്മൾ ഒരു ഓപ്പോ മൊബൈലിൻ്റെ ക്യാമറ നമ്മൾ ഓപ്പൺ ചെയ്താൽ നമുക്ക് അതിൽ ഇങ്ങനെ കാണാൻ സാധിക്കും. അവിടെ നമുക്ക് ഓരോ വിഷയം കാണിക്കും: പ്രോ, വീഡിയോ, ഫോട്ടോ, പോർട്രേറ്റ്, പിന്നെ മോർ എന്നുള്ളതിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അതിൻ്റെ ഓരോ നൈറ്റ് മോഡ്, HIRS, പനോരമ മോഡ്, മാക്രോ മോഡ്, അങ്ങനെ നമുക്ക് ഓരോ ഇതിൽ നമുക്ക് അടിയിൽ നോക്കിയാൽ ഡോക്യുമെൻ്റ് സ്കാനർ എന്ന് കാണിക്കുന്നുണ്ട്. അതിൽ നമ്മൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡോക്യുമെൻ്റ് ഇങ്ങനെ സ്കാൻ ചെയ്ത് ഇങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ സ്കാൻ ചെയ്ത് ഇങ്ങനെ ക്യാമറ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡോക്യുമെൻ്റ് സ്കാൻ ചെയ്തെടുക്കാൻ കഴിയും. കണ്ടോ, ഇതിങ്ങനെ സ്കാൻ ചെയ്യാൻ കഴിയും. പിന്നെ നമുക്കിത് അതിൽ തന്നെ നമുക്കിത് എഡിറ്റ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. പിന്നെ നമുക്കിത് എഡിറ്റ് ചെയ്യാനും സംഗതികളൊക്കെ ഇങ്ങനെ നമുക്ക് വേണ്ട രൂപത്തിൽ ക്രോപ്പ് ചെയ്തെടുക്കാനും, അങ്ങനെ എഡിറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ അത് എഡിറ്റ് ആവും. പിന്നെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് എന്തെങ്കിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം, അല്ല ഒറിജിനൽ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. ഒക്കെ നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നതാണ് ഇതിൽ. എന്നിട്ട് നമ്മൾ എക്സ്പോർട്ട് എന്ന് കൊടുത്താൽ എക്സ്പോർട്ട് ആസ് ആൻ ന്യൂ ഇമേജ്, എക്സ്പോർട്ട് ആസ് PDF, നമുക്ക് ഇതിൽ നിന്ന് തന്നെ PDF ആക്കി എടുക്കാൻ പറ്റുന്നത്. അലോ കൊടുക്കുക. നമുക്ക് PDF ആയിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതിൽ നിന്ന് പിന്നെ നമുക്ക് ഷെയർ ആസ് PDF, ഷെയർ ആസ് ഇമേജ്, രണ്ട് രൂപത്തിലും നമുക്ക് ഇവിടുന്ന് അങ്ങനെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് PDF ആയിട്ട് നമുക്ക് വേണ്ട വാട്സപ്പിലൊക്കെ നമുക്ക് PDF ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. ബാക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളൊന്നും കൂടി ഷെയറിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഫോട്ടോ ആയിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഇവിടെ ഷെയർ ആസ് ഇമേജ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ ആയിട്ടും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി തോന്നുന്നു. പിന്നെ എല്ലാവരും പറയുന്ന ഇതാണ് മറ്റേ സാംസങ്ങിൻ്റെ ഫോണിലെ കേസാണ് പറയുന്നത്. എടുത്തിരിക്കുന്നത് എൻ്റെ സാംസങ്ങിൻ്റെ ഫോണാണ്. അപ്പോൾ നമ്മൾ സാംസങ്ങിൻ്റെ മൊബൈലിലോട്ട് വന്നു കഴിഞ്ഞാൽ ചില ആളുകൾ പറയും എൻ്റെ ക്യാമറ സെറ്റിങ്സിൽ ഡോക്യുമെൻ്റ് സ്കാനർ കാണുന്നില്ല, അല്ലെങ്കിൽ ഓണാക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയും. അപ്പോൾ അത് എന്താണെന്നൊന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ സാംസങ്ങിൻ്റെ ക്യാമറ ഓപ്പൺ ചെയ്യുകയാണ്. നമ്മൾ ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഞാനിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ സ്കാനർ എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇതിലിപ്പോൾ ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ സെറ്റിങ്സ് ഓണായി വന്ന് അത് ഓട്ടോമാറ്റിക്കലി സ്കാൻ ചെയ്തു. ഓട്ടോമാറ്റിക്കലി സ്കാൻ ആകുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് സ്കാൻ എന്നുള്ളത് കൊടുക്കാം. പിന്നെ അങ്ങനെ സ്കാൻ ചെയ്ത് നമുക്ക് വേണ്ട ഭാഗം ക്രോപ്പ് ചെയ്തിട്ട് നമുക്ക് സേവ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൽ ആവശ്യമുള്ള ഈ എഴുത്തുകൾ മാത്രം നമുക്ക് കോപ്പി ചെയ്തിട്ട് ഇതിൽ നിന്ന് സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തിട്ട് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് അങ്ങനെ സേവ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൊത്തം കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. കോപ്പി ചെയ്തിട്ട് നമുക്ക് വാട്സപ്പിൽ അതിലൊക്കെ നമുക്ക് സ്കാൻ ചെയ്ത് അങ്ങനെ വിടാനും പറ്റും. പിന്നെ നമ്മൾ ഇത് ബാക്കോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ചില ആളുകൾക്ക് ഇങ്ങനെ ഡോക്യുമെൻ്റ്
സ്കാനർ ക്യാമറയിൽ കാണില്ല. അതെന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഏതോ ഫോട്ടോ കാര്യങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾ ചിലപ്പോൾ ഈ സെറ്റിങ്സിൽ നമ്മളെ എഫക്റ്റിൽ പോയിട്ട് നമ്മൾ ഏതെങ്കിലും എഫക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു മിനിറ്റ്, നമ്മൾ ഏതെങ്കിലും എഫക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മളെ ഡോക്യുമെൻ്റ് സ്കാനർ അവിടെ വർക്കാവില്ല. അപ്പോൾ ഞാനൊരു എഫക്റ്റ് സെലക്ട് ചെയ്തതുകൊണ്ട് ഇവിടെ എൻ്റെ സ്കാനർ വർക്കാവില്ല. അപ്പോൾ നമ്മൾ ഈ എഫക്റ്റ് ഓഫ് ചെയ്യാതെ തന്നെ ചിലപ്പം ചില ആളുകൾ പോയിട്ട് എന്ത് ചെയ്യും, അത് സെറ്റിങ്സിൽ പോയിട്ട് നോക്കും. അപ്പോൾ സെറ്റിങ്സിൽ പോയിട്ട് നോക്കുമ്പോൾ ഈ സ്കാനിൻ്റെ ഡോക്യുമെൻറ്റ് ഓപ്പൺ ആക്കാൻ എത്ര നോക്കിയാലും അത് ഓപ്പൺ ആവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒന്നെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അങ്ങനെ എഫക്റ്റ് കഴിയുന്നില്ലെങ്കിൽ ഇതിൻ്റെ ക്യാമറേൻ്റെ റീസെറ്റിങ്സ് ഉണ്ട്, അതിൽ പോയിട്ട് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി സ്കാൻ്റെ ഡോക്യുമെൻറ്റ് ഓണാക്കി കൊടുക്കാൻ കഴിയും. അതല്ലെങ്കിൽ നമ്മൾ ബാക്ക് വന്നിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്ക് വന്നിട്ട് നമ്മളെ എഫക്റ്റ് ഇവിടെ ഇങ്ങനെ ഓണായി കിടക്കുന്നുണ്ടാവും. അത് നമ്മൾ നോക്കിയിട്ട് നമ്മളെ ഓണായി കിടക്കുന്നുണ്ട്. അത് നമ്മൾ നോക്കിയിട്ട് ഒറിജിനൽ എന്നുള്ളതിൽ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒറിജിനൽ എന്നുള്ള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് നമ്മളെ മൊബൈലിൽ നമുക്കിങ്ങനെ സ്കാൻ എടുക്കാൻ പറ്റും. സ്കാൻ ചെയ്യാൻ നമുക്ക് കഴിയുന്നതാണ്. ഇനി നമുക്ക് വന്നിട്ട് നമ്മളെ സെറ്റിങ്സിലൊന്ന് പോയി നോക്കാം. നമ്മളെ സ്കാൻ്റെ ഡോക്യുമെൻറ്റ് അതിൻ്റെ ടെക്സ്റ്റ് എന്നുള്ളത് നമുക്ക് ഓഫാക്കാനും ഓണാക്കാനൊക്കെ സാധിക്കും. ഇവിടുന്ന് നമുക്ക് ഓഫാക്കാനും ഓണാക്കാനൊക്കെ സാധിക്കും. പിന്നെ നമുക്ക് വന്നിട്ട് അതേമാതിരി ഇങ്ങനെ നമുക്ക് സ്കാൻ ചെയ്യാനും ഒക്കെ വളരെ സുഖമായിട്ട് വളരെ സുഖസുന്ദരമായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി, സാംസങ്ങിൻ്റെ ഫോണിലും ഈ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിങ്ങനെ നമ്മൾ ഏതെങ്കിലും എഫക്റ്റ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡോക്യുമെൻ്റ് അവിടെ നമുക്ക് ഓണാക്കാനോ അല്ലെങ്കിൽ ഫോണിൽ അത് ഡോക്യുമെൻ്റ് സ്കാനർ ഒരിക്കലും വർക്കാവില്ല. അതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഇനിയിപ്പോൾ അത് പിന്നെ കഴിയാത്തവർ, പിന്നെ ഞാനിതിന് മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മളെ ഗൂഗിൾ ഡ്രൈവിൽ ഇതിനുള്ള അടിപൊളി ഒരു ഓപ്ഷൻ ഉണ്ട്. ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്കതിൽ സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ഈ പ്ലസ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ സ്കാൻ എന്നുള്ള ഈ ക്യാമറ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് സ്കാൻ കണ്ടാവും. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ക്യാപ്ചർ ആവും. അടിപൊളിയിൽ നല്ല ക്ലിയറിൽ നമുക്കിത് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ഇതിന്. ഇത് നമുക്ക് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് PDF ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റും, നമ്മളെ ഫോണിൽ സൂക്ഷിക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള അടിപൊളി ഓപ്ഷനുകളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പറ്റുന്നവരൊക്കെ അറിയുന്നവരൊക്കെ ഇതൊന്ന് ചെയ്ത് വെക്കുക. അങ്ങനെ അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു, മനസ്സിലായി എന്ന് തോന്നുന്നു. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സുകളിലേക്കും എൻ്റെ ഈ വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾ എത്തിക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു. ബൈ.